ഹായ് ഹലോ എല്ലാവർക്കും KGR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ബോട്ടിൽസൊക്കെ കാണുമ്പോൾ തന്നെ സംഭവം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ കുറച്ച് ബോട്ടിൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ബോട്ടിൽസ് നിങ്ങളിത് പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം കൂട്ടുകാർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ബോട്ടിൽസൊക്കെ അവൈലബിൾ ആണോ, എന്തൊക്കെ ബോട്ടിൽസാണ് ഉള്ളതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ബോട്ടിൽസാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ബോട്ടിൽ ഈ ഇരിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഡ്രോപ്പർ ബോട്ടിലാണ് വരുന്നത്. 20 ml ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് കളറുകളൊക്കെ നമുക്ക് ഇതിൽ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഡ്രോപ്പറിൻ്റെ ഈ ക്യാപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടുന്നുണ്ട്. ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇറ്റിച്ച് ഇങ്ങനെ ഒഴിക്കാവുന്നതാണ്. ഇപ്പോൾ കളറുകൾ മാത്രമല്ല കേട്ടോ, നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ അതുപോലെ തന്നെ ഈ ഗ്ലിസറിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതുപോലത്തെ ബോട്ടിലിൽ ഫില്ല് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഒഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് 20 ml ബോട്ടിലാണ് വരുന്നത്. ജസ്റ്റ് നമ്മളിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇത്രയും ചെറിയ ഒരു ക്വാണ്ടിറ്റി ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത ബോട്ടിൽ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ബോട്ടിൽസ് കണ്ടോ, ഇത് 25 ml ബോട്ടിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് ഫ്രാഗ്രൻസ് ഓയിലൊക്കെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ഇതുപോലത്തെ ഒരു ലിഡ് വരുന്നുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യുന്നത്, എന്നിട്ട് ഇത് ഇതുപോലെ ക്യാപ്പ് വെച്ച് അത് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 25 ml ബോട്ടിലാണ് വരുന്നത്. അടുത്ത ബോട്ടിൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു ബോട്ടിൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ 100 ml ബോട്ടിലാണ് വരുന്നത്. ഷാംപൂ ബോട്ടിലാണ്. ഷാംപൂ അതുപോലെ തന്നെ ഫേസ് വാഷൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് ഫ്ലിപ്പ് ക്യാപ്പാണ് വരുന്നത്. ജസ്റ്റ് ഇത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഇറ്റിക്കാനൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അതിൻ്റെ ക്യാപ്പ് വരുന്നത്. ഷാംപൂ അതുപോലെ ഫേസ് വാഷിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഹെയർ ഓയിലൊക്കെ വേണമെങ്കിൽ ഇതുപോലത്തെ ബോട്ടിലിൽ ഫില്ല് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ അടുത്ത ബോട്ടിൽ എന്ന് പറയുന്നത് സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. ഈ ബാക്കിലിരിക്കണ കണ്ടോ, ഈ ബാക്കിലിരിക്കുന്ന 5 ബോട്ടിൽ സ്പ്രേ ബോട്ടിലാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് നമ്മൾ റോസ്മേരിയുടെ വാട്ടറൊക്കെ ഇതുപോലത്തെ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. 100 ml ബോട്ടിലാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ ആയിരിക്കും വരുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ക്യാപ്പൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ ഇത് 100 ml തന്നെയാണ് വരുന്നത് സ്പ്രേ ബോട്ടിൽ. പിന്നെ അടുത്ത ബോട്ടിൽ എന്ന് പറയുന്നത് ഇത് 100 ml ബോട്ടിലാണ് വരുന്നത്. ഫേസ് വാഷ് അതുപോലെ തന്നെ ഷാംപൂ ഹെയർ ഓയിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ഒരു ബോട്ടിലിൽ ഫില്ല് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 2 ക്യാപ്പ് വരുന്നുണ്ട്. ഇതുപോലത്തെ ഫ്ലിപ്പ് ക്യാപ്പും വരുന്നുണ്ട്, അല്ലാതെ നോർമൽ ക്യാപ്പ് ഉണ്ടല്ലോ അതുപോലത്തെ ക്യാപ്പും വരുന്നുണ്ട് കേട്ടോ. ക്യാപ്പ് ഏത് വേണമെങ്കിലും നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇങ്ങനത്തെ ഫ്ലിപ്പ് ക്യാപ്പ് വേണമെങ്കിൽ ഫ്ലിപ്പ് ക്യാപ്പ് യൂസ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്യാപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ബോട്ടിലും സെയിം റേറ്റ് ആയിരിക്കത്തില്ല, വ്യത്യസ്ത റേറ്റ് ആയിരിക്കും കേട്ടോ. അടുത്ത ബോട്ടിൽ എന്ന് പറയുന്നത് ഇരിക്കുന്ന ബോട്ടിൽസ് ഉണ്ടോ, കൂടുതലായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ബോട്ടിൽ ഈ ജെല്ലിൻ്റെ ബോട്ടിലും 100 ml ബോട്ടിലും അതുപോലെ തന്നെ ഷാംപൂ ബോട്ടിൽ ആദ്യം കാണിച്ചല്ലോ, അതുമാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ടും ആൾക്കാർ ചോദിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജെല്ലിൻ്റെ ബോട്ടിലാണ് വരുന്നത്. അലോവേര ജെല്ല് അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല്, ബീറ്റ്റൂട്ട് ജെല്ല്, അങ്ങനെ എന്ത് ജെല്ല് വേണമെങ്കിലും നമുക്ക് ഇതുപോലത്തെ ബോട്ടിലിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. ക്യാപ്പ് വൈറ്റ് കളറാണ് വരുന്നത്. 100 ml ബോട്ടിലാണ് കേട്ടോ ഇത്. അപ്പം ഇതുപോലെ ജെല്ലിൻ്റെ ബോട്ടിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത ബോട്ടിൽ എന്ന് പറയുന്നത് ഇതും നമുക്ക് ജെല്ലുകളൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാണ്. ജെല്ലുകൾ അതുപോലെ തന്നെ ക്രീമുകളൊക്കെ ഇതുപോലത്തെ ഒരു ബോട്ടിലിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇത് 50 ഗ്രാമിൻ്റെ ആണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഇതാണ് 50 ഗ്രാമിൻ്റെ കണ്ടെയ്നർ.
ഇതിൻ്റെ ഒരു കളർ ചേഞ്ചിങ് കൂടെ വരുന്നുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ക്യാപ്പ് യെല്ലോ കളർ വരുന്നുണ്ട്. അപ്പോൾ ഇത് യെല്ലോ കളർ വരുന്നതാണ്. ഇതും 50 ഗ്രാം തന്നെയാട്ടോ വരുന്നത്. ക്യാപ്പിൽ മാത്രമാണ്, കളറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മളെ 1 ലിറ്ററിൻ്റെ ബോട്ടിലുണ്ടല്ലോ. നമുക്കിപ്പോൾ മെയിനായിട്ടും ഈ ഡിഷ് വാഷ്, അതുപോലെ തന്നെ ക്ലോത്ത് വാഷുകൾ, പിന്നെ അതുപോലെ തന്നെ ബാത്റൂം ക്ലീനർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഇതുപോലത്തെ 1 ലിറ്ററിൻ്റെ ബോട്ടിലുണ്ടല്ലോ. ഇങ്ങനത്തെ ബോട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കണ്ടോ, ഇതാണ് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് വരുന്നത്. അതിൻ്റെ ക്യാപ്പ് ഇതാണ് കേട്ടോ വരുന്നത്. ക്യാപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് 1 ലിറ്ററിൻ്റെ ബോട്ടിൽ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇത് നമ്മുടെ ലിപ് ബാമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് 8 ഗ്രാമിൻ്റെ ഒരു കണ്ടെയ്നറാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒരു വൈറ്റ് കളറ് ലിഡ് വരുന്നുണ്ട്. ഇതും കുറച്ച് പേരിങ്ങനെ ചോദിക്കാറുള്ളതാണ്, ലിപ് ബാമിൻ്റെ ബോട്ടിൽസൊക്കെ അവൈലബിൾ ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ 8 ഗ്രാമിൻ്റെ ലിപ് ബാമിൻ്റെ കണ്ടെയ്നറാണ് വരുന്നത്. ഇത് നമ്മളിങ്ങനെ ഇതുപോലെയാണ് ക്ലോസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ബ്ലാക്കും ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ കളർ ക്യാപ്പ് വരുന്നതുണ്ട്. അപ്പോൾ ഗോൾഡൻ കളർ ക്യാപ്പ് വരുന്നതിന് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഇതിപ്പോൾ ബ്ലാക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബോട്ടിൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാകും. ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും കേട്ടോ. പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ DTDC വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന അലോവേരയുടെ ജെല്ലിൻ്റെ ബോട്ടിൽസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് നമ്മുടെ നീമിൻ്റെ ജെല്ലാണ്. പിന്നെ ഇത് നമ്മുടെ അലോവേരയുടെ ജെല്ലാണ്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ മേക്ക് ചെയ്തെടുത്തേക്കണതാണ് കേട്ടോ ഈ ജെല്ലുകളൊക്കെ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇത് നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ ജെല്ലാണ് വരുന്നത്. ഞാൻ ഫ്രിഡ്ജിൽ ജസ്റ്റ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുകയാണ്, ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇത് 50 ഗ്രാമിൻ്റെ ആണ് വരുന്നത്. ഇത് ബീറ്റ്റൂട്ടിൻ്റെ ജെല്ലാണ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ നീമിൻ്റെ പൗഡറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാനായിട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം കാണിച്ച 100 ml ബോട്ടിലുണ്ടല്ലോ, അതിലിപ്പോൾ ഇത് എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, പപ്പായയുടെ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലെ 100 ml ബോട്ടിൽ നമ്മൾ ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ ലിപ് ബാമിൻ്റെ കണ്ടെയ്നർ എന്ന് പറഞ്ഞല്ലോ, അത് ഇതുപോലെ ആയിരിക്കും നമ്മൾ ലിപ് ബാം മേക്ക് ചെയ്ത് വരുമ്പോൾ കിട്ടുക കേട്ടോ. ഇതാണ് 8 ഗ്രാം എന്ന് പറയുന്നത്. ഫില്ല് ചെയ്തൊക്കെ ചെയ്ത് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ കാണിച്ചിട്ടുള്ള ബോട്ടിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഗ്ലിസറിൻ ബേസിലുള്ള സോപ്പുകൾ അവൈലബിൾ ആണ്. ഫേസ് വാഷ്, ഷാമ്പൂ, ഹെയർ ഓയിലുകൾ, ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, ലിപ് സ്ക്രബുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.